ഈ നാട്ടുകാർ, ഇവിടുത്തെ കുട്ടികൾ, അവരുടെ ജീവിതം ഇതെല്ലാം മാറണം. നല്ല സ്കൂൾ, ആശുപത്രി, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയെല്ലാം അവരും അനുഭവിക്കണം. ഈ നാടിനെ എല്ലാ രീതിയിലും മാറ്റി എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും എത്തിക്കുക എൻ്റെ ഒരു സ്വപ്നമാണ്. ഒരുപക്ഷെ എനിക്കതിന് പറ്റാതെ പോയാൽ എൻ്റെ സ്വത്തിന് അവകാശിയായി വരുന്നവൻ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓസിനടിക്കാണ് എഴഞ്ഞും പെഴഞ്ഞും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതൊക്കെ പണ്ട്. ഭാര്യയുടെ വളയടിച്ചു മാറ്റാനുള്ള ടെക്നിക്കുകളൊക്കെ വിദഗ്ധമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ മുക്കുപണ്ടം പണയം വെക്കാനോ വിൽക്കാനോ പറ്റിയാൽ കേസ് വല്ലതും ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? നിന്നെ ഞാൻ തൂക്കും. ഇപ്പൊ നീ അടിച്ചോ? ആ ബംഗാളിക്കാരനെ ഞാൻ ഹാജിയാരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുക. എങ്ങനെയെങ്കിലും അയാളെ വീഴ്ത്തി അയാളുടെ മോൾ സീനത്തിനും കെട്ടി സുഖമായി ജീവിക്കാന്ന് വെച്ചാ നടക്കോ എന്റെ പടച്ചോനെ? കൊള്ളാലൂടെ അബ്ദുവേ, നീ നമ്മുടെ റൂട്ടല്ലേ. ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു. ഹാജിയാര് പറഞ്ഞ എല്ലാ പോക്കുരുത്തരത്തിനും കൂട്ടുതന്നു. ഇപ്പൊ ആ ബംഗാളിക്കാരന് എല്ലാം പാഴായി. എന്റെ ഭാഗ്യം. ഞാനൊരു പുതിയ ഐഡിയ അങ്ങോട്ട് ഇട്ടു തന്നാലോ? എടാ റേഞ്ച് രാജ, നീ വാ തുറക്കരുത്. ഇനി അവന്റെ അണ്ണാക്കി കൊണ്ടുപോയി വാറ്റ് തള്ളാനോ? ഞാൻ ഐഡിയ തിരിച്ചെടുത്താലോ? അത് കൊള്ളാം. പ്രശ്നം തീർന്നില്ലയോ? അപ്പോഴേ ഞാനൊരു ഐഡിയ പറഞ്ഞാലോ? പിന്നെ മമ്മൂട്ടിയെ നമുക്ക് കൊണ്ടുവരാം. അത് പെട്ടെന്ന് നടക്കും. നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയടാ. നടക്കും, നടത്തും. പിന്നെ പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്റെ കടന്റെ ആകെ മറക്കണം. ഇല്ലേ? ആദ്യം നീ കാര്യം പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓർക്കണോ മറക്കണോ എന്നുള്ള കാര്യം. ഉടായിപ്പിന്റെ വഴി ഈ നാട്ടുകാർ മൊത്തം നമ്മുടെ കൂടെ കാണും. മമ്മൂട്ടി വരും, ബംഗാളിയെ കാണും, ഷൂട്ടിങ്ങും നടക്കും. പക്ഷേ വരുന്ന ആള് മമ്മൂട്ടിയാണെന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചോണം. നീ എന്താ പ്രാന്തായി പറയുന്നേ? മനസ്സിലായില്ല. ഒന്നുമില്ല, മമ്മൂട്ടിയുടെ ഡ്യൂപ്പെന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചാൽ ആ ബംഗാളിയും വിശ്വസിച്ചോളും. ആ മണ്ടനെ പറ്റിക്കാനാണോ പാട്? എല്ലാരും കൂടി ഒത്തുപിടിച്ച കാര്യം അങ്ങ് നടക്കും. കൊള്ളാവല്ലോടാ. ഇത്രയും നാളെ ഇവൻ എന്റെ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ ഇവൻ നാട്ടുകാരെ മൊത്തം നീ വളരുവടാ ഉടായിപ്പിന്റെ ഉന്നതികളിലേക്ക്.